അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടെ ഒന്നാമത് അക്ഷരം ഖു, ചുവപ്പ് നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്. ഖുൽ, നീല നിറത്തിൽ യാ, അതിനുശേഷം ഫത്ത് നീട്ടാനുള്ള ഒരു അലിഫ്, അതിന് മുകളിൽ മദ്ദിൻ്റെ ഒരു അടയാളം. യാ, മഞ്ഞ നിറത്തിൽ ആ, പച്ച നിറത്തിൽ യു, ചുവപ്പ് നിറത്തിൽ ഹ, നീല നിറത്തിൽ അലിഫ്. യാ അയ്യുഹ, അതിനുശേഷം മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്, ചുവപ്പ് നിറത്തിൽ ഖ, അതിനുശേഷം ഫത്ത് നീട്ടാനുള്ള ഒരു അലിഫ്, ചെറിയൊരു അലിഫ്. നീല നിറത്തിൽ ഫി, മഞ്ഞ നിറത്തിൽ റു, പച്ച നിറത്തിൽ വാവ്, ചുവപ്പ് നിറത്തിൽ ന. അൽ കാഫിറൂന. ഇനി ഇതിൻ്റെ താഴെ വരിയിലേക്ക് നോക്കൂ. ഖുൽ, അവിടെ ഖാഫിനെ ലാമിലേക്ക് ചേർത്തിയത് ഖുൽ. യാ അയ്യുഹ, അവിടെ യാഇനെ അതിന് ശേഷമുള്ള അലിഫിലേക്ക് ചേർത്തിയത്. പച്ച നിറത്തിലുള്ള യാഇനെ അതിനുശേഷമുള്ള ഹയിലേക്ക് ചേർത്തിയത്, ഹായിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്തിയത്. വായിക്കേണ്ടത് യാ അയ്യുഹ അൽ കാഫിറൂന. അവിടെ ലാമിനെ കാഫിലേക്കും കാഫിനെ ഫായിലേക്കും ഫായിനെ റോയിലേക്കും ചേർത്തിയത്. വായിക്കേണ്ടത് അൽ കാഫിറൂന. എങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇനി മുസാഫുള്ളതിപ്പോൾ നോക്കി ഓതിക്കോളൂ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.